ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് വെറും 150 മീറ്റർ മാത്രം മാറിയിട്ട് ഈ ഒരു ഹൈവേന്ന് വെറും 150 മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. നല്ല പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇതിന് കുറച്ച് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. പാടങ്ങളുടെ നല്ല വ്യൂ ആണ്. ഇപ്പോൾ പാടമൊക്കെ നല്ല വിളഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതിൽ 8 സെൻറ്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. വീട് ഏകദേശം 10 വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ള വീടാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള വീടാണ്. അതുപോലെ തന്നെ മേലെ ഒരു ഡ്രസ് വർക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്താണ്. നല്ല കേരള സ്റ്റൈലിൽ വീടിൻ്റെ ഫ്രണ്ടേജ് കിട്ടുന്ന രീതിയിൽ നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഒരു 3-4 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ടാർ റോഡ് പോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു മൺ റോഡ് വഴി വേറെയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്, 8 സെൻറ്റ് സ്ഥലം, 3 ബെഡ്റൂമാണ് ഉള്ളിലുള്ളത്. അതിൽ ഒരെണ്ണം അറ്റാച്ചും ബാക്കി 2 കോമണുമാണ്. രണ്ട് വലിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ കൂടി നമുക്ക് വണ്ടികൾ കയറ്റാനുള്ള സൗകര്യമുണ്ട്. അത്രയും വലിയ ഗേറ്റാണ് 2 സൈഡും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ടില്ല, എന്നാലും ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1-2 കാറ് കയറ്റി നിർത്താനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും വീടിൻ്റെ ഫ്രണ്ടിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും നമുക്ക് 1-2 കാർ നിർത്താനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മേലത്തെ സൈഡ് ഡ്രസ് വർക്ക് ചെയ്തവിടെ നമുക്ക് മറച്ചെടുക്കുകയാണെങ്കിൽ താഴത്തെ അതേ സൗകര്യത്തോട് മേലെയും വേണമെങ്കിൽ വീട് സെറ്റ് ചെയ്യാം. കാരണം വെളിയിൽ കൂടിയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനും സാധിക്കും. ഇവിടെ ആലു അടുപ്പുണ്ട്, അതിൻ്റെ പോക്കോയിലാണ് വെളിയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ വെല്ലാണ് കിണറായിട്ടുള്ളത്. കണ്ടല്ലേ, ഓപ്പൺ വെല്ലാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ആയിട്ടുള്ളത്. നല്ല വെള്ളമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെള്ളമുള്ളതാണ്. കണ്ടല്ലേ, ഇത് നമുക്ക് ബാക്കിൽ ആ ഷീറ്റ് ഇട്ടിരിക്കുന്ന വർക്ക് ഏരിയ സ്പേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് ഉള്ളത്. മേലെ ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡാൻസ് ക്ലാസ്സിനോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിനോ എല്ലാത്തിനും വേണമെങ്കിൽ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറച്ചൊക്കെ കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു വീടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു ഫംഗ്ഷൻ നടത്താനുള്ള സൗകര്യം എല്ലാം മനോഹരമാക്കിയിട്ടുള്ള നല്ല ഫുള്ളായിട്ട് നല്ലൊരു അത്യാവശ്യം നല്ല ചിലവ് ചെയ്തിട്ടുള്ളൊരു ഡ്രസ് വർക്ക് തന്നെ ചെയ്തിരിക്കും. കാരണം ഷീറ്റല്ല ഇട്ടിരിക്കുന്നത്, സാധാരണ ഓട് തന്നെയാണ്, ക്ലേ ഓട് തന്നെയാണ് അവർ ഇട്ടിരിക്കുന്നത്. മേലെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മേലെ. അതിന് വേണമെങ്കിൽ നമുക്ക് മറച്ച ഒരു വീടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനും സാധിക്കും. കണ്ടില്ല, ഫ്രണ്ടിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് നമ്മൾ ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ടില്ല, ഈ ഒരു സൈഡ് നല്ല കാറ്റുണ്ട്. കാരണം ഇവിടെ ഒരു വീടോ കാര്യങ്ങളൊന്നുമില്ല, നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ, കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് പാടവും വയലുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ നല്ല കാറ്റ് കിട്ടാനുള്ള സോഴ്സ് നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട്. കണ്ട, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നമുക്ക് താഴെ ഒരു വെളിയിലുള്ള ഔട്ടിലുള്ള വാഷ്റൂംസ് 2 ഉണ്ട്. ഇവിടെ ആ ഭാഗത്ത് കണ്ടു നിറയെ കവുങ്ങും തോട്ടവും കാര്യങ്ങളും അങ്ങനെ ആയിട്ടുള്ള നല്ല നമുക്ക് കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ഏരിയ തന്നെയാണ്. വീട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു 150 മീറ്റർ ഹൈവേ എന്നുള്ളെങ്കിൽ കൂടി ഇവിടെയൊക്കെ നല്ല മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പായിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. ഹൈവേൻ്റെ അടുത്തുമാണ്, എന്നാൽ ഗ്രാമീണ സുന്ദരത കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ നമ്മൾ നേരെ ബാക്കിൽ ഒരു വർക്ക് ഏരിയക്കുള്ള ഷീറ്റിട്ട ഏരിയയാണത്. നമുക്കിനി വീട്ടിൻ്റെ ഉൾവശങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ സൈഡിൽ വരുന്നത്. കണ്ടല്ലേ, ഇവിടെയും വേണമെങ്കിൽ നമുക്ക് 1-2 കാർ പാർക്ക് ചെയ്ത് നിർത്താനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ ഫുള്ളായിട്ട്. ആ ഒരു തെങ്ങുണ്ട്, അത്യാവശ്യം കായ്കളേ ഉള്ളൂ. നല്ല മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കായ്കളുണ്ടാവും. ഇവിടെ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേഷൻ ഇല്ല. ഇവിടെ ഡ്രസ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ചെറിയൊരു തിട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കാം. ഇവിടെയൊക്കെ ഗാർഡനിങ് കാര്യങ്ങൾ. ഇപ്പോൾ തൽക്കാലം ഇവിടെ വീട്ടിൽ ആൾക്കാർ താമസമില്ല. ശരിക്ക് ആൾ താമസം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമാക്കി വയ്ക്കാൻ പറ്റുന്ന പ്ലേസ് തന്നെയാണ്. അല്ല, ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്, ചുറ്റുവട്ടം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ചെടികൾ വയ്ക്കാനുള്ള സ്പേസും അവിടെ വിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ടൈപ്പിലുള്ള ക്ലോസറ്റും വെളിയിൽ, അതുപോലെ തന്നെ ഇവിടെ ഒരു യൂറോപ്യൻ ടൈപ്പിലുള്ള ക്ലോസറ്റും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഔട്ട് സൈഡിൽ 2 വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. കുളിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്യാൻ പറ്റില്ല. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. 2 സൈഡും ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിന് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഏരിയ സ്പേസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് നേരെ
കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള സൗകര്യം ഈ ഒരു ഭാഗത്തുണ്ട്. ഇവിടെ നമുക്ക് ഉള്ളിലോട്ട് നമുക്ക് നേരെ ഫ്രണ്ടിൽ കൂടെ തന്നെ വരാം. ഇതാണിപ്പോൾ ഇവിടെ കണ്ടില്ല, 2 ഡോറായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്ന ഫ്രണ്ടിലും കാര്യങ്ങളും എല്ലാം. അപ്പോൾ മൊത്തത്തിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ചുറ്റുവട്ടും. അതുപോലെ തന്നെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫ്രണ്ടിൽ എല്ലാ ഏരിയയിലും. വീടിപ്പോൾ നമ്മൾ വെളിയിലെല്ലാം കണ്ടു. ഇനി നമുക്ക് ഉൾസൈഡിലെ വീട് നോക്കാം. കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ. മേലെ ടൈൽസ് ഒട്ടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചൂട് അധികം അനുഭവപ്പെടില്ല കേട്ടോ റൂമിലൊക്കെ. പിന്നെ ഉള്ള 3 ബെഡ്റൂമും 10x10 സൈസിലുള്ള ബെഡ്റൂം തന്നെ കേട്ടോ. അല്ലാണ്ട് ഒരുപാട് വലിയ ബെഡ്റൂം എന്ന് പറഞ്ഞില്ല, പക്ഷേ ഒരു നോർമൽ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള 10x10 സൈസിലുള്ള ബെഡ്റൂമാണ് ഉള്ള എല്ലാ ബെഡ്റൂമും. ഇത് അറ്റാച്ച് അല്ല, കോമൺ ആണ്. അതുപോലെ തന്നെ ഒരു വരാന്തയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഈ ഒരു വരാന്തയിൽ നമുക്ക് അടുത്തൊരു ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ആ ലാസ്റ്റ് കാണുന്ന ഏരിയയിലാണ് നമ്മുടെ വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂറോപ്യൻ ടൈപ്പ് ക്ലോസറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമിലും ചെറിയ രീതിയിലുള്ള കബോർഡ്സും കാര്യങ്ങളും ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പിന്നെ അടുത്തൊരു ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഒരു വരാന്തയിൽ തന്നെയാണ്. ഇത് കോമൺ ആണ്, ഇതിലും അറ്റാച്ച് ഇല്ല. ആ റൂമിലും കണ്ടില്ല, ചെറിയൊരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെ ഡൈനിങ് സ്പേസിലേക്ക്, ഇതാണ് ഡൈനിങ് സ്പേസ് ഏരിയ വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അടുത്ത കിച്ചണും ഈ ഭാഗത്തേക്ക് വരുന്നത്. കണ്ടില്ലേ. പിന്നെ ഇവിടെ നമ്മൾ ഔട്ട് ചെയ്യുമ്പോൾ വർക്ക് ഏരിയയിലേക്ക്, ഇതിൽ നമുക്ക് ആലു അടുപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റൗ വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. 8 സെൻറ്റ് സ്ഥലം, 1000 സ്ക്വയർ ഫീറ്റ് വീട്, മേലെ ഡ്രസ് വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 10 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. ഇതിന് ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ്, ലാസ്റ്റ് പ്രൈസായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 38 ലക്ഷം രൂപയാണ്. അതിനിപ്പോൾ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് കുറയുമെന്ന് അറിയില്ല, പക്ഷേ അവരിപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 38 ലക്ഷം രൂപ കയ്യിൽ കിട്ടണമെന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒലവക്കോട് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതുപോലെ മുണ്ടൂർ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ, മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ 23 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ KSRTC പാലക്കാട് നോക്കുകയാണെങ്കിൽ 17 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. യുവക്ഷേത്ര കോളേജിൽ നോക്കുകയാണെങ്കിൽ ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ITI മുണ്ടൂരിൽ നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ. അങ്ങനെ സ്കൂളുകളായാലും അമ്പലങ്ങളായാലും എല്ലാ സൗകര്യങ്ങളും വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഞാൻ പിന്നെയും പറയുന്നത് 38 ലക്ഷം രൂപയാണ് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കുന്ന രീതി അനുസരിച്ച് എന്തെങ്കിലും ചെറിയ നെഗോസിയേഷൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ ആൾക്കാർ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.